ഹായ്, നിങ്ങളുടെ മക്കളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, അതറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മക്കൾക്ക് അവർക്ക് വേണ്ടതായ അവരുടെ പാഷൻ അനുസരിച്ച് ഉള്ള കരിയർ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ, അങ്ങനെയല്ല അവർ പഠിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ വളരെ ബുദ്ധിമുട്ടും. അവർക്ക് വിചാരിച്ച മാതിരി പഠിക്കാൻ അതിൽ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ജീവിത വിജയത്തിന് അവർ പഠിക്കേണ്ടതായ കോഴ്സ് ഏതാണെന്നറിയുവാൻ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. മക്കളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മളുടെ 9 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് ഉണ്ട്. അതിലേതാണ് നമ്മുടെ കുട്ടിക്കുള്ളത് എന്ന് മനസ്സിലാക്കി അത് അവരുടെ പാഷനായിരിക്കും. അത് തിരഞ്ഞെടുത്ത് അതിലേക്ക് അവരെ നമ്മൾ ചാനലൈസ് ചെയ്ത് വിടുമ്പോൾ അവർ അതിൽ ശോഭിക്കും, ഉന്നത വിജയം നേടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കറിയണ്ടേ? അത് ബുദ്ധിമുട്ടല്ലേ? പാരൻസിന് പറ്റില്ല, കുട്ടികൾക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സ്പേർട്ടായ കരിയർ കൗൺസിലറുടെ അടുത്ത് പോയി ഏതാണ് മോൻ്റെയോ മോളുടെയോ പാഷൻ, അല്ലെങ്കിൽ ഏത് ഇൻ്റലിജൻസ് ആണ് കൂടുതൽ ഉള്ളത്, ഏത് പഠിച്ചാൽ എൻ്റെ കുട്ടി ഉന്നത വിജയം നേടുമെന്ന് മനസ്സിലാക്കി അതിലേക്ക് നയിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇത് സ്മാർട്ട് യുഗമാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ ഏത് ഇൻ്റലിജൻസ് ആണോ അവർക്ക് കൂടുതലുള്ളത് എന്ന് നോക്കി ആ ഇൻ്റലിജൻസ് അനുസരിച്ചുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കുമ്പോഴായിരിക്കും ഇനിയുള്ള കാലം നമ്മുടെ മക്കൾക്ക് ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി 9 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതിൽ 1 ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അതുമല്ലെങ്കിൽ നമ്പർ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവര് നമ്പർ വർക്ക്, ഈ ഇൻ്റലിജൻസ് ഉള്ള മക്കൾ അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ടാവാം, അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഏത് കണക്കായാലും ചെയ്യുവാൻ പ്രാപ്തരായിരിക്കും അവർ. അതിനവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഫീൽഡിൽ ഷൈൻ ചെയ്യുവാൻ സാധിക്കും. അത് ഏതൊക്കെ ഫീൽഡാണെന്ന് നോക്കുമ്പോൾ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, സയൻസ് ആൻഡ് ടെക്നോളജി ആവാം, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആണ്, അതായത് ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ലാംഗ്വേജിനോട് ഭയങ്കര ഒരു ഭ്രമമുണ്ടായിരിക്കും. അവർ കഥ എഴുതും, പാട്ട് എഴുതും, അതുപോലെ തന്നെ വായിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്കില്ല് അവർക്കുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ സ്കില്ലുള്ള കുട്ടികൾ ലെക്ചറർ ആവാം, ലോയേഴ്സ് ആവാം, ജഡ്ജ് ആവാം. അങ്ങനെ ഒരുപാട് ഫീൽഡ് അവർക്കുമുണ്ട് എന്നുള്ളതാണ്. അവരവരുടേതായ ഇൻ്റലിജൻസിന് അനുസരിച്ചുള്ള ഫീൽഡ് അവർക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്കില്ല് കുറവാണെങ്കിൽ, ഇനി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ അതും ഇതും എല്ലാം ചേർന്ന് വരുന്ന ഒരു ഇതുമുണ്ട്. അപ്പോൾ അതേതാണോ എന്ന് നോക്കി നമ്മൾ അനലൈസ് ചെയ്ത് ആ കുട്ടിയെ ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുംകാലത്ത് നല്ലൊരു കുട്ടിയെ, അതായത് നല്ലൊരു പൗരനെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും എന്നതിനൊരു സംശയവുമില്ല. താങ്ക് യു.